മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് അത്ര തട്ട് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇതുവരയ്ക്കുള്ള ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ്. തീർച്ചയായിട്ടും ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയൊക്കെ വില കൂടുമായിരിക്കും. ഓഫ് കോഴ്സ് റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടിയായതുകൊണ്ട് കുറച്ച് പ്രൈസ് എസ്കലേഷൻ വന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്രോഡക്ട്സ് ഇപ്പോഴും ലോക നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ചെറിയ പ്രൈസ് റിവിഷനൊക്കെ വേണ്ടി വരും. നാട്ടിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നുള്ളത് എനിക്ക് തോന്നുന്നു ലോകം ഒട്ടേക്കുള്ള NRIs ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡീൽ ചെയ്യുന്ന ഞങ്ങളുടെ ഇൻഡസ്ട്രിയെ പറ്റി മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് പ്രധാനമായിട്ടും ഇപ്പോൾ ഞാൻ വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് കൺസ്ട്രക്ഷൻ, അപ്പോൾ അതിനകത്തുള്ള സപ്ലൈ ഡിമാൻഡ് അല്ലെങ്കിൽ കോസ്റ്റ് എസ്കലേഷൻ അത്തരം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടിയിട്ടുണ്ട്. അത് പല കാരണം കൊണ്ട്, പിന്നെ പ്രത്യേകിച്ച് പെട്രോളിയം പ്രോഡക്ട്സ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഓയിൽ പ്രൈസ് കൂടിയതൊക്കെ കാരണം കൊണ്ട് പ്രൈസ് കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഭാഗ്യത്തിന് അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ച മാതിരി സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നുള്ള നിലയ്ക്ക് ഡിമാൻഡിന് കുറവില്ല. അപ്പോൾ അതിന് ഒരു കാര്യം നോക്കിയപ്പോൾ ഒരു കാലഘട്ടം വരയ്ക്ക് ഈ അടുത്ത കുറച്ച് 2-3 വർഷമൊക്കെ ആയിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇവിടെ അവിടെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കുന്നു, 99 കൊല്ലത്തെ വിസ കിട്ടുന്നു. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ആവാം എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ NRIsന്. അത് കുറച്ച് കുറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ അത് മാത്രം പോരാ, അവിടെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതോടൊപ്പം തന്നെ നാട്ടിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നുള്ളത് എനിക്ക് തോന്നുന്നു ലോകം ഒട്ടേക്കുള്ള NRIs ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നമ്മുടെ എല്ലാ മാനേജേഴ്സും ഇതിനെപ്പറ്റി അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ മേഖലയിലും എന്താ നടക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഇന്ത്യ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ കുറേയും കൂടിയും ഭേദമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളുടെ ഫോറിൻ പോളിസി, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓയിൽ വാങ്ങിക്കുന്നത് ഇതുമാതിരി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല, റഷ്യയിൽ നിന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് നമുക്കൊരു ഒരു 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 പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു റെസീലിയൻസ് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് അത്ര തട്ട് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഈ ഒരു കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ജനറൽ പോളിസി, അതായത് ഫോറിൻ പോളിസി, അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഗവൺമെൻറ്റിന്. കാരണം അല്ലാതെ ഓരോ മാനുഫാക്ചറിങ് സ്ഥാപനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നും ഗവൺമെൻറ്റിന് സാധിക്കില്ല, നമുക്കും അറിയാം. പക്ഷേ സോ ഫാർ സോ ഗുഡ് എന്ന് പറയുന്ന പോലെ ഇപ്പോഴത്തെ നയങ്ങൾ ആക്ച്വലി നമ്മളെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കേരളത്തിന് വലിയ ദോഷമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം അത് ഞങ്ങളുടെ തന്നെ സെക്ടറിൽ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ, അപ്പാർട്ട്മെൻറ്റ്സ് സെയിൽസിലോ അല്ലെങ്കിൽ ഒരു ഡിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡിപ്പൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ പേടിച്ചിരുന്നു, പക്ഷേ ഡിപ്പ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കുറച്ച് ബെറ്ററാണ്. കാരണം പലരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അറിയുമെന്നറിയില്ല, ഒരു IPO പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു DRSP ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്രൂവൽ അധികം വൈകാതെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. കാരണം അങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇതുവരയ്ക്കുള്ള ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നേരിട്ട് ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിലും V-Guardലോ വണ്ടർലയിലോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അവരുടെ ആക്ടിവിറ്റി എങ്ങനെ പോകുന്നു, ടേൺ ഓവർ എങ്ങനെ പോകുന്നു, പ്രോഫിറ്റബിലിറ്റി എങ്ങനെ പോകുന്നു. അവരും പറയുന്നത് അങ്ങനെ കാര്യമായിട്ടൊരു ഡിപ്പൊന്നും ഇതുവരേക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ വേറെ പരിചയമുള്ളവരോട് ചോദിക്കുമ്പോൾ മൊത്തത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഇത് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. ചില പരാതികളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയൊക്കെ വില കൂടുമായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ചെറിയ പ്രൈസ് റിവിഷനൊക്കെ വേണ്ടി വരും. എന്നിരുന്നാൽ തന്നെയും എനിക്ക് തോന്നുന്നത് നമ്മുടെ
മൊത്തത്തിലുള്ള ഇന്ത്യയുടെ അല്ലെങ്കിൽ ജനറലായിട്ടുള്ള ഗ്രോത്തിനെ ബാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. തീർച്ചയായിട്ടും പടിപടിയായിട്ട് പണ്ടത്തേക്ക് അപേക്ഷിച്ച് ഇപ്പം ഞാൻ ഈ മേഖലയിലേക്ക് വന്നിട്ട് വർഷങ്ങൾ പറയാമല്ലോ. അപ്പോൾ പണ്ടത്തേക്ക് അപേക്ഷിച്ച് ഇന്ത്യ ഒത്തിരി മുന്നോട്ട് പോയി. നമ്മുടെ കുറേ കുറേ കോമ്പണൻസോ അല്ലെങ്കിൽ കുറേ റോ മെറ്റീരിയൽസോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നിരുന്നാൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ മേക്ക് ഐറ്റംസ് ഒക്കെ തന്നെയാണ്. അതൊക്കെ വേൾഡ് ക്ലാസ് കമ്പനികൾ ഇന്ത്യയിൽ ഫാക്ടറികൾ ഇട്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടിയായതുകൊണ്ട് കുറച്ച് പ്രൈസ് എസ്കലേഷൻ വന്നിട്ടുണ്ട്. അത് മാർക്കറ്റ് അബ്സോർബ് ചെയ്യുന്ന തന്നെയാണ് നമ്മുടെ വിചാരം. അല്ല, ഇവിടെയും ഞാനും ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. കാരണം ഇവിടെ ഒരുപാട് NRI റെമിറ്റൻസ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബാധിക്കില്ലേ? പക്ഷേ ഇതുവരെയായിട്ടും ആ NRI റെമിറ്റൻസിൻ്റെ കാര്യത്തിലൊന്നും കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് ബാങ്കുകൾ അവരുടെ കണക്കുകൾ പറയുന്നു. ഈവൻ ഞങ്ങളുടെ സെയിലിനെയും ബാധിച്ചിട്ടില്ല എന്ന് ഞങ്ങളുടെ കണക്കുകൾ പറയുന്നു. അപ്പോൾ ഭാവിയിൽ ചെറിയ ക്ഷീണം ഉണ്ടാകുന്നല്ലാതെ, എന്നാൽ തന്നെ നമ്മൾ പണ്ടത്തെ പോലെ കോവിഡിൻ്റെ കാലഘട്ടം പോലെയൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, നമ്മൾ പേടിച്ചിരുന്നിട്ട് നിക്ഷേപം നടത്താതിരുന്നിട്ടും കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞങ്ങൾ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ IPO ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കുമ്പോൾ ഇന്ത്യൻ പ്രോഡക്ട്സ് ഇപ്പോഴും ലോക നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അത് നമ്മളെക്കാളും വളരെ പുറകിലായിരുന്നു പണ്ട് ചൈന. അപ്പോൾ ചൈന പടിപടിയായിട്ട് ഉയർന്നു വന്ന് എത്രയോ നമ്മളിൽ മുന്നോട്ട് പോയി. അപ്പോൾ അതുപോലെ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിലും അതിൻ്റെ പെർഫെക്ഷൻ്റെ കാര്യത്തിലും അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലും അതിൻ്റെ ഇന്നൊവേഷൻ്റെ കാര്യത്തിലും ഒന്നും നമുക്കങ്ങ് ഒപ്പം എത്താൻ പറ്റിയിട്ടില്ല. അത് എല്ലാവരും ഉത്സാഹിച്ച് ചെയ്യേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും. കാരണം ഇന്ത്യ നമ്മൾ എന്തൊക്കെയായാലും പണ്ടത്തെ അപേക്ഷിച്ച് നമ്മൾ ഒത്തിരി മുന്നോട്ട് പോയി എന്ന് നമ്മൾ അഹങ്കരിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇനിയും മുന്നോട്ട് പോയി കൂടാ? ഇനിയും നമ്മൾ ക്വാളിറ്റി പ്രോഡക്ട്സിൻ്റെ സോഴ്സ് ചെയ്യുന്നൊരു രാജ്യമാണ് എന്ന് ലോക നിലവാരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. എത്തട്ടെ. എൻ്റെയൊക്കെ കാലം അല്ലെങ്കിൽ അടുത്ത കാലത്തെങ്കിലും അത് ഉണ്ടാവട്ടെ.